ഇന്ത്യക്ക് വലിയ ഭീഷണിയായിക്കൊണ്ട് ചൈന യാർലുങ് സാങ്പോ നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ പോകുകയാണ്. ഈ പദ്ധതി ടിബറ്റൻ പ്രദേശത്താണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കും. ബംഗ്ലാദേശിനും ഈ പദ്ധതി വലിയ തിരിച്ചടിയാണ്. പക്ഷേ ചൈനയുടെ സഖ്യകക്ഷിയായ ബംഗ്ലാദേശിൻ്റെ കാര്യം നമുക്ക് വിടാം. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുവാങ് ശനിയാഴ്ച ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു. മോട്ടുവോ ഹൈഡ്രോ പവർ സ്റ്റേഷൻ എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാകും ഇത്. നിലവിലുള്ള മറ്റു പദ്ധതികളെ വെച്ച് നോക്കിയാൽ 3 ഇരട്ടി വൈദ്യുതി ഉൽപ്പാദിക്കുന്നതിന് ശേഷിയുണ്ടാകും. ഏകദേശം 15 ലക്ഷം കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിയിലാണ് നിർമ്മിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ നദി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്, ആസാം, അതുപോലെ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലേക്ക് ഒഴുകുന്നു. അവിടെ ഇത് സിയാങ്, ബ്രഹ്മപുത്ര, ജമുന എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഈ പദ്ധതി ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നത്. യാർലുങ് സാങ്പോ നദിയുടെ നിയന്ത്രണം ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ടിനെ ശരിവച്ചിരുന്നു. ഈ ഡാം പൂർത്തിയായാൽ സിയാങ്, ബ്രഹ്മപുത്ര നദികൾ വരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളുടെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയാണ്. ചൈന ഒറ്റയടിക്ക് വെള്ളം തുറന്നുവിട്ടാൽ സിയാങ് മേഖല മുഴുവൻ നശിക്കും. പ്രത്യേകിച്ച് ഈ മേഖലയിൽ താമസിക്കുന്ന ഗോത്രവർഗത്തിൻ്റെ സ്വത്തുക്കളും ജീവനും വലിയ തോതിൽ ബാധിക്കപ്പെടും. ബംഗ്ലാദേശും ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ വിവരങ്ങൾക്കായി ചൈനയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ഈ പദ്ധതി പരിസ്ഥിതിക്കും പ്രാദേശിക ടിബറ്റൻ ജനതയ്ക്കും വലിയ ഭീഷണിയാണ്. ലോകത്തിലെ ഏറ്റവും ആഴമുള്ളതും നീളമേറിയതുമായ മലയിടുക്കിൽ, അതായത് നംച ബാർവ മലയിൽ 20 കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ വഴി നദിയുടെ ഒഴുക്ക് മാറ്റാൻ ചൈന പദ്ധതിയിടുന്നു. ഇത് ടിബറ്റൻ താഴ്വരകളിലെ ജീവിവർഗങ്ങളെ നശിപ്പിക്കും. കൂടാതെ ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. ഇത് ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നു. ടിബറ്റൻ ജനതയുടെ പ്രതിഷേധങ്ങൾ ചൈനീസ് സർക്കാർ അടിച്ചമർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മറ്റൊരു ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച 100 കണക്കിന് ടിബറ്റൻ ജനതയെ അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പിന്നീട് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ചൈനയുടെ വാദം ഈ പദ്ധതി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും പ്രാദേശിക സമൃദ്ധിക്കും മുൻഗണന നൽകുമെന്നാണ്. ഈ ഡാമിൽ നിന്നുള്ള വൈദ്യുതി പ്രധാനമായും ടിബറ്റിന് പുറത്തേക്ക്, അതായത് ചൈനയുടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തിക്കും. പടിഞ്ഞാറൻ വൈദ്യുതി കിഴക്കോട്ട് എത്തിക്കുക എന്ന പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങിൻ്റെ നയത്തിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതി. ചൈനീസ് സർക്കാർ ഈ ഡാമുകളെ മലിനീകരണം കുറയ്ക്കുന്ന ശുദ്ധമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ടിബറ്റൻ ജനതയുടെ ഒരു പരിഹാരമായാണ് അവതരിപ്പിക്കുന്നത്. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ ഒരു പ്രതികരണമായി ഇന്ത്യയും സിയാങ് നദിയിൽ ഒരു ജലവൈദ്യുത ഡാം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇത് ചൈനയുടെ ഡാമിൽ നിന്നുള്ള പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തെ തടയാനും പ്രദേശത്തെ സംരക്ഷിക്കാനും സഹായിക്കും. ഇതിനു പുറമെ ഇന്ത്യ ചൈനയോട് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കണമെന്നും സുതാര്യതയും കൂടിയാലോചനയും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പദ്ധതി ഒരു വലിയ എഞ്ചിനീയറിംഗ് നേട്ടമായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ടിബറ്റൻ ജനതയുടെ ജീവിതം, പരിസ്ഥിതി, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ഭാവി, ഇവയെല്ലാം ഈ ഡാമിൻ്റെ നിർമ്മാണത്തോടെ അനിശ്ചിതത്വത്തിലാകും. ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കൂ.